അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ മൊഡ്യൂൾ 1-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും 4 മാർക്ക് ക്വസ്റ്റ്യൻസും essay ക്വസ്റ്റ്യനും ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് സ്പീഡിൽ പറഞ്ഞു പോകും, കാരണം റിവിഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസും ഒപ്പമുള്ള കുറച്ച് സബ് പോയിന്റ്സ്, ചെറിയ പോയിന്റ്സും നമ്മൾ പറഞ്ഞു പോകും. നിങ്ങൾ ടെക്സ്റ്റ് ഒപ്പം നിവർത്തി വെക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നുകൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നുണ്ട്. ഇതുപോലെ മുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ടെക്സ്റ്റ് തുറന്ന് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയുന്നത് മാർക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലേറ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് 2 മാർക്ക് നോക്കാം കേട്ടോ. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് IPA? IPA എന്താണ്? അതൊരുവിധം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് 2 മാർക്കിൻ്റെ സെക്ഷനിൽ കാണാവുന്നതാണ് കേട്ടോ. IPA എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് ആണ്. IPA മീൻസ് ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു ഷോ എ പ്രൊണൗൺസിയേഷൻ ഓഫ് വേർഡ് ഇൻ എനി ലാംഗ്വേജ്. അതായത് ഒരു വേർഡിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ, വേർഡിൻ്റെ പ്രൊണൗൺസിയേഷൻ ഏതൊരു ലാംഗ്വേജ് ആയാലും അതിൽ ആ ഒരു വേർഡിൻ്റെ പ്രൊണൗൺസിയേഷൻ കാണിക്കാനാണ് ഈ ഒരു IPA യൂസ് ചെയ്യണത്. എ സിംഗിൾ റിട്ടൺ സിമ്പിൾ റിപ്രസെൻറ്റ്സ് ഓൺലി 1 സൗണ്ട്. ആ ഒരു സിമ്പിളെ ഒരേ ഒരു സൗണ്ടിനെ മാത്രമാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. അത് ഇന്റർനാഷണലി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ IPA യൂസ് ചെയ്യണം കേട്ടോ. IPAയിലെ ഇത്രയും പോയിന്റ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ എംഫസിസ് ഇൻ ലാംഗ്വേജ്? എംഫസിസ് ഇൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്സ്റ്റിലെ പേജ് നമ്പർ 23 കാണാം കേട്ടോ. ഈ IPA എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനും അതിൽ കാണാം. എംഫസിസ് എന്ന് പറഞ്ഞാലും ആ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു പേജ് നമ്പർ 23 കാണാം കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ഒപ്പം ഓപ്പൺ ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് സ്പീച്ച് ഓവർ റൈറ്റിംഗിൽ വരുന്നതാണ് എംഫസൈസ്. എംഫസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ സ്പീച്ച് സിലബിൾ സ്ട്രെസ് ക്യാൻ ബി യൂസ് ടു ഷോ ദ എംഫസൈസ്. അതായത് ഒരു വേർഡിൻ്റെ നമുക്ക് ആ ഒരു വേർഡിൽ സ്ട്രെസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു വേർഡിനെ എങ്ങനെയാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുക? ഒരു വേർഡിനെ നമ്മൾ ടെക്സ്റ്റ് എഴുതുമ്പോഴൊക്കെ എങ്ങനെയാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഹെഡിങ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ കുറച്ച് ലെങ്ത് കൂട്ടും, ഒന്നെങ്കിൽ ഇറ്റാലിക് ആക്കും, അണ്ടർലൈൻ ചെയ്യും, അല്ലെങ്കിൽ മേക്കിംഗ് ദ ലെറ്റേഴ്സ് ബോൾഡിൽ എഴുതും. അതൊക്കെ കാണിക്കുന്നത് എന്താണ്? ആ ഒരു വേർഡ്, ആ ഒരു ലെറ്റേഴ്സിന് സ്ട്രെസ് കൊടുക്കാനാണ്. അതാണ് എംഫസൈസിൽ വരുന്നത് കേട്ടോ. നമ്മളൊരു വേർഡിനെ എങ്ങനെ സ്ട്രെസ് കൊടുക്കും, അതിനെങ്ങനെയാണ് നമ്മൾ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, അതിനൊക്കെയാണ് എംഫസൈസ് ഇൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? അണ്ടർലൈൻ ചെയ്യും, ഇറ്റലൈസിങ് ആൻഡ് മേക്കിംഗ് ലെറ്റർ ദ ബോൾഡ് ഫോർ സ്ട്രെസ് ദം. നമ്മൾ ടെക്സ്റ്റ് ആ ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണോ അത് എംഫസൈസ് ചെയ്യുന്നത്, അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇനോട്ടേഷൻ? ഇനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോളിങ് ആൻഡ് റൈസിങ് ഓഫ് ദ പിച്ച് ഓഫ് ദ വോയിസ്. ഇപ്പോൾ നമ്മൾ പാട്ടുകാരൊക്കെ പാടുമ്പോൾ കൈ നോക്കി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൈ കൊണ്ട് കുറേ ആക്ഷൻസ് ഒക്കെ കാണും. ഫോളിങ് ആൻഡ് റൈസിങ് പോലെയൊക്കെ അവരിങ്ങനെ ഹാൻഡ് കൊണ്ട് ഓരോ ഇത് കാണിക്കില്ലേ, അതാണ് ഇനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഫോളിങ് ആൻഡ് റൈസിങ് ഓഫ് പിച്ച്, ആ ഒരു സൗണ്ടിലുള്ള ഇനോട്ടേഷൻ, അത് നമ്മുടെ സൗണ്ടിലുണ്ടാകുന്ന ഒരു വേരിയേഷൻസ്, ഒരു ചേഞ്ചിങ്, ആ ഒരു റീഡിങ്ങിലും സ്പീക്കിങ്ങിലും ഒക്കെ ആ ഒരു മീനിങ് അനുസരിച്ചിട്ട് ആ ഒരു വേർഡിൻ്റെ പിച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യണതിനാണ് ഇനോട്ടേഷൻ എന്ന് പറയുന്നത്. ഇനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ നമ്മളത് എങ്ങനെയാണ് അത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ പാടുമ്പോൾ ഒരു റൈസിങ്ങും ഉണ്ടാവും, ഒരു ഫോളിങ്ങും ഉണ്ടാവും, ഒരു പിച്ച് അല്ലേ? ആ ഒരു പിച്ചിലുണ്ടാവുന്ന ഡിഫറൻസ് നമ്മൾ അതുപോലെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വേർഡ്സ് കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ആ ഒരു ചേഞ്ചസ് ഒക്കെ ഉണ്ടാവില്ലേ? ഇറ്റ് റിഫേഴ്സ് ടു ദ ട്യൂൺസ് വിച്ച് വി സ്പീക്ക്. ജനറലി ദർ ആർ 3 ടൈപ്പ് ഓഫ് ഇനോട്ടേഷൻ. ആ ഒരു 3 ടൈപ്സും കൂടി നിങ്ങൾ എഴുതണം കേട്ടോ. ഇത് ഭൂരിഭാഗമായിട്ടും 4 മാർക്കായിട്ടാണ് ചോദിക്കാൻ ചാൻസ്, 2 മാർക്കായിട്ടും ചോദിക്കാം മേ ബി, പക്ഷെ 4 മാർക്കായിട്ടാണ് വരാൻ ചാൻസ് ഉള്ളത്. ഇനോട്ടേഷൻ ഇസ് എ ഫോളിങ് ആൻഡ് റൈസിങ് ഓഫ് സ്പീച്ച്, ദ വോയിസ് ഇൻ റീഡിങ് ആൻഡ് സ്പീക്കിംഗ്. പിന്നെ 3 ടൈപ്പാണ് ഇനോട്ടേഷൻ ഉള്ളത്. ജനറലി ദർ ആർ 3 ടൈപ്സ് ഓഫ് ഇനോട്ടേഷൻ പാറ്റേൺ ഇൻ ഇംഗ്ലീഷ്. ദേ ആർ ഫോളിങ് ടോൺ, റൈസിങ് ടോൺ, ഫോളിങ് റൈസിങ് ടോൺ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫോളിങ് ടോൺ, രണ്ടാമത്തെ റൈസിങ് ടോൺ ആൻഡ് മൂന്നാമത്തെ ഫോളിങ് റൈസിങ് ടോൺ. അപ്പോൾ ഇതൊക്കെയാണ് 3 ഇനോട്ടേഷൻസ് വരുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹോമോഗ്രാഫ്? ഹോമോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് സ്പെൽഡ് ലൈക്ക് ആൻ അതർ വേർഡ് ബട്ട് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് മീനിങ് ഫ്രം ഇറ്റ് ആൻഡ് മേ ഹാവ് ഡിഫറെൻറ്റ് പ്രൊണൗൺസിയേഷൻ. നമ്മൾ പറഞ്ഞിരുന്നത് മൊഡ്യൂൾ 1 എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത്, അതായത് ഒരു വേർഡ്, ആ ഒരു വേർഡിൻ്റെ ചില വേർഡ്സിൽ സംബന്ധിച്ച് ആ ഒരു വേർഡിൻ്റെ മീനിങ് അതാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരു സെൻറ്റൻസ് വായിച്ചാലാണ് ആ ഒരു വേർഡിൻ്റെ മീനിങ് മനസ്സിലാവുക. കാരണം ആ ഒരു വേർഡ് വായിക്കുമ്പോൾ ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ ആ ഒരു വേർഡിന് തന്നെ 2 മീനിങ് ഉണ്ടായിരിക്കും.
ഓക്കെ, ഇത് ടെക്സ്റ്റിലെ പേജ് നമ്പർ 23 ഉണ്ട് കേട്ടോ. എ ഹോമോഗ്രാഫ് ഇസ് എ വേർഡ് ദാറ്റ് സ്പെൽഡ് ലൈക്ക് ആൻ അതർ വേർഡ് ബട്ട് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് മീനിങ് ഫ്രം ഇറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഹോമോഗ്രാഫിൽ വരുന്നത്. ടെക്സ്റ്റിലെ പേജ് നമ്പർ 23 അതുണ്ട് കേട്ടോ. പിന്നുള്ളത് എക്സ്പ്ലെയിൻ ദ ടേം പാരാലാംഗ്വേജ്. എന്താണ് പാരാലാംഗ്വേജ്? The term paralanguage refers to the tones of voice and vocal qualifiers indicating the shouting, growling, whispering, drawling and so on. അതായത് പാരാലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് ഈ ഒരു വോയിസ് കൊണ്ട് പല രീതിയിൽ സംസാരിക്കാം. അതായത് ഇപ്പോൾ പാരാലാംഗ്വേജ് എന്ന് പറയാം, അതുപോലെ പാരാലാംഗ്വേജ് അങ്ങനെ സീക്രട്ട് ആയിട്ടും പറയാം. പാരാലാംഗ്വേജ് അങ്ങനെ പലതരത്തിൽ നമുക്ക് പറയാം. ഷൗട്ട് ചെയ്തിട്ടും പറയാം, വിസ്പർ ചെയ്തിട്ടും പറയാം, ഗൗൾ ചെയ്തിട്ടും പറയാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് പാരാലാംഗ്വേജ് എന്ന് പറയാം. അതാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇറ്റ് റിഫേഴ്സ് ദ ടോൺസ് ഓഫ് വോയിസ്, വോക്കൽ ക്വാളിഫയേഴ്സ്. അതായത് ആ ഒരു വോയിസ് നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു അതിനാണ് പാരാലാംഗ്വേജ് എന്ന് പറയാം. നെക്സ്റ്റ്, വാട്ട് ഈസ് കൈനസ്റ്റിക്? കൈനസ്റ്റിക് ഇസ് എ സ്റ്റഡി ഓഫ് വേ ഇൻ വിച്ച് കൺസേൺ ബോഡി മൂവ്മെന്റ്. അതായത് ഒരു ബോഡിയുടെ മൂവ്മെന്റ് ആൻഡ് ജസ്റ്റേഴ്സ്, അതുപോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് പഠിക്കുന്നതിനാണ് ഈ ഒരു കൈനസ്റ്റിക് എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ പേജ് നമ്പർ 23 ഇതൊക്കെ ആ ഒരു പേജിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. റിവിഷൻ എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ പറയുന്നത്. നിങ്ങൾ അപ്പം നോട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ടെക്സ്റ്റിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, വാട്ട് ആർ ദ 3 പ്രിൻസിപ്പിൾ ഗൈഡിങ് ലിംഗ്വിസ്റ്റിക്സ്? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 പ്രിൻസിപ്പിൾ ഗൈഡിങ് ലിംഗ്വിസ്റ്റിക്സ്. ദേ ആർ കൺസിസ്റ്റൻസി, സിംപ്ലിസിറ്റി, കംപ്ലീറ്റ്നെസ്. അപ്പോൾ ഏതൊക്കെയാണ് 3 പ്രിൻസിപ്പിൾ ഗൈഡിങ് ലിംഗ്വിസ്റ്റിക്സ്? ഏതൊക്കെയാണ്? കംപ്ലീറ്റ്നെസ്, കോൺസിസ്റ്റൻസി, സിംപ്ലിസിറ്റി. ഇത് പേജ് നമ്പർ 26 കേട്ടോ. നെക്സ്റ്റ്, പിന്നെ ഫോണറ്റിക്സ് എന്താണ്, ഫോണോളജി എന്താണ്, മോർഫോളജി എന്താണ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും വിടാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എക്സ്പ്ലെയിൻ ദ ടേം പോസിറ്റിവിസം. ഫോണോളജി എന്താണ്? ഫോണോളജി പറഞ്ഞാൽ സ്റ്റഡീസ് ഇൻ കോമ്പിനേഷൻ ഓഫ് സൗണ്ട്, ഡിസോർഗനൈസ്ഡ് യൂണിറ്റ് ഓഫ് സ്പീച്ച് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്റ്റൈൽസ് ആൻഡ് ലാർജസ്റ്റ് യൂണിറ്റ്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ വീണ്ടും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഒരു മൊഡ്യൂൾ 1 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ സിന്റാക്സ് എന്താ ചോദിക്കുന്നുണ്ട്. സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ഇസ് എ ലെവൽ ഇൻ വിച്ച് വി സ്റ്റഡി ഹൗ വേർഡ്സ് കമ്പൈൻ ഫോം ഫ്രേസ് കമ്പൈൻ ടു ഫോം ക്ലോസ് ജോയിൻ ടു മേക്ക് സെന്റൻസ്. അതായത് ഒരു വേർഡ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സെന്റൻസ് ഉണ്ടാവുന്നത്. അല്ല, അതുപോലെ തന്നെ ഒരു സൗണ്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു വേർഡ് ഉണ്ടാകുന്നത്. അതാണ് സിന്റാക്സിൽ വരുന്നത് കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൗ ഡസ് ജോൺ ലാറിറ്റ്സ് എക്സ്പ്ലെയിൻ ദ ജനറൽ ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്കിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അത് ടെക്സ്റ്റ് പേജ് നമ്പർ 31 പിന്നെ ഡിസ്കോഴ്സ് എന്താ ചോദിക്കും കേട്ടോ. അത് 2 മാർക്കായിട്ട് ചോദിക്കാറുണ്ട്. ഡിസ്കോഴ്സ് ഇസ് എ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഡീൽ വിത്ത് ദ സൗണ്ട്, മോർഫീം, വേർഡ് ക്ലോസ് ആൻഡ് സെന്റൻസ്. ഇറ്റ് അനലൈസ് ഹൗ പീപ്പിൾ യൂസ് ദ ലാംഗ്വേജ് ഇൻ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ടെക്സ്റ്റിലെ പേജ് നമ്പർ 32 കൊടുത്താൽ കാണാവുന്നതാണ് കേട്ടോ. പിന്നെ ഡിസ്കോഴ്സ് അനലൈസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഡയലക്റ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡയലക്റ്റ് ടെക്സ്റ്റിലെ പേജ് നമ്പർ 34 പിന്നെ ഇതിൽ രജിസ്റ്റർ എന്താ ചോദിക്കുന്നുണ്ട് കേട്ടോ. രജിസ്റ്റർ അത് ടെക്സ്റ്റിലെ പേജ് നമ്പർ 44 45 പിന്നെ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക് എന്താണ്? ഇറ്റ് ഡീൽ വിത്ത് ദ ഇവോൾവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ്. ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ടെക്സ്റ്റിൽ പേജ് നമ്പർ 35 കാണാം. പിന്നെ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ എന്ന് കഴിഞ്ഞൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് എന്താ ചോദിക്കുന്നുണ്ട്. പിന്നെ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്താന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ പഠിച്ചു വെക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാത്ത രീതിയിൽ നോക്കുക കേട്ടോ. എല്ലാം അങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ടു മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണ്? 2 തരം ആശയവിനിമയം ഏതാണ്? അത് ചോദിക്കും. പിന്നെ ഹൗ ഡസ് റോബർട്ട് ലോറൻസൺ ടാസ്ക് ഐഡന്റിഫൈങ് ദ ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ്. ആ ഒരു 7 ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ് ഇല്ലേ, അത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ടെക്സ്റ്റിലെ പേജ് നമ്പർ 16 17 അത് കാണാവുന്നതാണ് കേട്ടോ. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് വരുന്നുണ്ട്. പിന്നെ ലിംഗ്വിസ്റ്റിക്സ് ആസ് എ സയൻസ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാനുണ്ട് കേട്ടോ. പിന്നെ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ്, ഇതൊക്കെ എസ്സേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നമ്മുടെ റോബർട്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ, ടാസ്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്താന്ന് വരുന്നുണ്ട്. പിന്നെ എത്തനോളജിക് ലിംഗ്വിസ്റ്റിക്സ് എന്താന്ന് വരുന്നുണ്ട്. പിന്നെ ഒരുവിധം വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്പീച്ച് ഓവർ റൈറ്റിംഗ്. സ്പീച്ച് ഓവർ റൈറ്റിംഗ്, അത് അഡ്വാൻറ്റേജസ് ചോദിക്കാൻ അത് ഭൂരിഭാഗവും വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് എംഫസൈസിങ്, അത് നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ വരും. കൈനസ്റ്റിക്സ്, അതുപോലെ സെന്റൻസ് ടൈപ്പ്, ഇതൊക്കെ അതിൽ എഴുതാവുന്നതാണ്. ടെക്സ്റ്റിലെ പേജ് നമ്പർ 23 ഉണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 6 എണ്ണെങ്കിലും പഠിച്ചു വെക്കുക. പിന്നെ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് എംഫസൈസിങ്, അങ്ങനെ രീതിയിൽ ചോദിക്കുക കേട്ടോ.
പിന്നെ ഉള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് റൈറ്റിംഗ് ഓവർ സ്പീച്ച്. ഈ ഒരു മൊഡ്യൂൾ കുറച്ച് വലിയതായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 2 മാർക്കും എസ് എ ക്വസ്റ്റ്യനൊക്കെ സൂപ്പറായിട്ട് വീഡിയോ ചെയ്ത് കേട്ടോ. നമ്മൾ മുന്നേ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റിൽ കാണാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.